അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ കല്ലത്തി ലത്തുനാദിരിക്കന വ ആലി കുല്ലിം വസ്സഹാബത്തി അജ്മഈൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, കടം വളരെ അത്യാവശ്യമായ ഒന്നാണ്. ചില സമയങ്ങളിൽ, മറ്റു സമയത്ത് ചിലപ്പോൾ അത് കടുത്ത ഹറാമായി തീരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ, വളരെ അനിവാര്യമായ ഘട്ടത്തിൽ നമുക്ക് കടം വാങ്ങുകയല്ലാതെ മറ്റൊരു നിർവാഹമില്ലാത്ത സമയത്ത് നാം കടം വാങ്ങൽ നിർബന്ധമാണ്. ഒരുപക്ഷെ നമുക്ക് അത് വീട്ടാൻ കഴിവുണ്ട് എന്ന പ്രതീക്ഷയില്ലെങ്കിലും ശരി, കടം വാങ്ങിയിട്ടില്ലെങ്കിൽ നാം വലിയ അപകടത്തിൽപ്പെടും, അല്ലെങ്കിൽ കടുത്ത ഹറാമിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ അവിടെ നാം കടം വാങ്ങുകയാണ് വേണ്ടത്. അതേസമയത്ത് അനിവാര്യമല്ലാത്ത ഘട്ടത്തിൽ അത് വീട്ടാൻ നമുക്ക് യാതൊരു നിലക്കും നിർവാഹമില്ല എന്ന് കണ്ടാൽ അവിടെ കടം വാങ്ങൽ ഹറാമായി തീരുന്നതാണ്. മാത്രവുമല്ല, കടം വാങ്ങുന്നത് അത് ആസ്വാദനകരമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ യാതൊരു സംശയവുമില്ല. പലപ്പോഴും ചില ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുകയും എന്നിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ടൂറുകളോ മറ്റു ആസ്വാദന കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇത് തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫത്തുൽ മൊയ്നിലും തുഹ്ഫയിലും സിർവാനിലും ഒക്കെ നോക്കിയാൽ ഈ കാര്യം വളരെ വ്യക്തമായി കാണാവുന്നതാണ്. നിർബന്ധിതനല്ലാത്തവൻ റൊക്കമായ കടത്തിൽ ഉടനടിയും അവധിയുള്ള കടത്തിൽ അവധിയാകുമ്പോഴും പ്രത്യക്ഷ മാർഗത്തിലൂടെ കടം വീട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ലാതെ കടം വാങ്ങൽ ഹറാമാണെന്ന് ഫത്തുൽ മൊയ്നിൽ കാണാം. അതേസമയത്ത് നിർബന്ധിതമായ വ്യക്തി കടം വീട്ടാൻ പ്രതീക്ഷയില്ലെങ്കിലും കടം വാങ്ങൽ അനുവദനീയമാണ്. മാത്രമല്ല, അത് നിർബന്ധിതൻ ആയതുകൊണ്ട് തന്നെ ആ കടം വാങ്ങൽ ചിലപ്പോൾ നിർബന്ധൻ ആവുകയും ചെയ്യും. ഷെർവാനിയിൽ 5-ാം വാള്യത്തിൽ ഇത് കാണാം. ഇങ്ങനെ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ നാം കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കാരനായ ആള് അയാളുടെ കടം വീട്ടാൻ സാഹചര്യമില്ല എന്ന് കണ്ടപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ പോലും തയ്യാറാകാത്ത സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കടം എല്ലാം അല്ലാഹു പൊറുക്കുന്നതാണ്, പക്ഷേ കടം പൊറുക്കുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. എന്തായാലും ശരി, ദുർവ്യയത്തിന് വേണ്ടി, അമിത വ്യയത്തിന് വേണ്ടി പലപ്പോഴും പല ആളുകളും കടം വാങ്ങുകയും ആദ്യമേ മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി ഉദ്ദേശത്തോടു കൂടി പിന്നീട് അവരെ മുങ്ങിക്കളയുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം. അത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. അത് നമ്മുടെ പരമ്പര കൂടി കേടുവരുത്തുന്ന, ഹറാമ് തീറ്റുന്ന അപകടത്തിലേക്കാണ് അത് എത്തിക്കുക എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യാം. അള്ളാഹു ഹലാല് മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഹലാലിലൂടെ മാത്രം ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.